ഹരേ കൃഷ്ണ. ദശകം 21, ശ്ലോകം 11-12. സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ പാതാളമൂലവിശേഷതനം ഭവന്തം ലോലൈകകുണ്ഡലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. സർവൈഃ ധ്രുവാദിഭിഃ ഉടുപ്രകരൈഃ ഗ്രഹൈഃ ച സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യഃ മഹതാമുപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോകൈകകുണ്ഡലവിരാജിസഹസ്രശീർഷം ലോലൈകകുണ്ഡലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. ഹരേ കൃഷ്ണ. ഭൂമണ്ഡലത്തെ 7 ഭൂഖണ്ഡങ്ങളാ മാതൃക. ജംബൂദ്വീപ്, പ്ലാക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നുമാതിരി 7 പേര് കൊടുത്ത് 7 ഇടത്തില് 7 ഭാഗമാക്കിയ അതിൽ ജംബൂദ്വീപ് തിരുപ്പിയും 9 ഭാഗങ്ങളാക്കിന് അതിലേക്കും ഭാരതവർഷങ്ങളിൽ ഓരോ ഭൂഖണ്ഡങ്ങളിലെയും ഏതേത് ഭഗവാന് ആരാര് ഉപാസന പണ്ണറാച്ചൊന്ന്. അതുക്കപ്പുറം പ്ലാക്ഷംഗറത്തില് ആദിത്യൻ സൂര്യന്, ശാൽമലത്തില് ചന്ദ്രന്, കുശത്തിലെ അഗ്നി, ക്രൗഞ്ചത്തിലെ ജലം, ശാകത്തിലെ വായു, പുഷ്കരത്തിലെ പരബ്രഹ്മം. ഇപ്പിടിന്ന് ചൊല്ലി അന്ത ഓരോ ഇടത്തിലെയും ഏത് രൂപത്തിലിരിക്കപ്പെട്ട ഈശ്വര തത്വത്തെ പൂജ പണ്ണറാച്ചൊന്ന. ഇപ്പടി ഭൂമണ്ഡലം പൂരാ തീന്തത്തുക്കപ്പുറം നഭോമണ്ഡലം ഭൂമിക്ക് മേലെ ഇരിക്കപ്പെട്ട ഭാഗവും അതേമാതിരി ഭൂമിക്ക് കീഴെ ഇരിക്കപ്പെട്ട ലോകങ്ങൾ 14 ലോകങ്ങൾ ചൊല്ലറില് ഭൂമിക്ക് മേലെ 6 ഭൂമിക്ക് കീഴെ 7. இந்த இடங்கள்ல எப்படி ஆக்கும் ഭഗവാനോട് പൂജ എந்த மாதிரிங்கிறதாக்கும் അടുത്തത് ചൊല്ലുന്നത്. ഭൂമണ്ഡലத்துக்கு மேல നഭോമണ്ഡലം அங்க ഭഗവാൻ வந்து ഒരു ശിംശുമാരെന്ന മുതലേ ക്രൊക്കഡൈൽ അതോട് ഷേപ്പിൽ ഒരു പെരിയ മത്സ്യത്തോട് രൂപം ചൊല്ലാൻ വേണ്ട അത് അന്ത രൂപത്തെ എടുത്തുന്നത് തന്നോട് വാൽഭാഗത്തിലെ ധ്രുവ നക്ഷത്രം ധ്രുവചരിതം നമ്മൾ നേരത്തെ പഠിച്ചു. അന്ത ധ്രുവനക്ക് മരണമില്ലാക്കി മരണത്തെ അതിജീവിച്ച് അവർക്ക് അന്ത ധ്രുവ നക്ഷത്രങ്കറ ധ്രുവ പദവി അവർക്ക് കിടച്ചത്.
இந்த ധ്രുവ പദവി കേട്ടാ அந்த ധ്രുവ நட்சத்திரம் இருக்கப்பட்ட இடங்கிறது இந்த ശിംശുമാര രൂപം അതോട് വാൽഭാഗത്തിലേയാക്കും. അത് அந்த രൂപത്തെ ബേസ് பண்ணிந்து അസ്ട്രോണമി പൂരാ ഇങ്ങ ചൊല്ലണം. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ധ്രുവാദിഭിഹി വാൽ തുടങ്ങിന അവയവങ്ങളിലെ ധ്രുവ നക്ഷത്രം. സർവൈഹി ഉടുപ്രകരൈഹി ഗ്രഹൈഹി ച അംഗസകലമാന നക്ഷത്രങ്ങളുമുണ്ട്. സൂര്യചന്ദ്രാദികൾ ഗ്രഹങ്ങളോടുകൂടി അവളും ഇരിക്കാം. സന്ധ്യാസു ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യഃ. സന്ധ്യകൾ 3 സന്ധ്യകൾ, പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്ന 3 നേരങ്ങളിലെയും இந்த ശിംശുമാരത്തെ സേവ പണ്ണറ എല്ലാരും. இப்படி சிந்துஷாயின் தொம் மம நரகம் ருந்தி. அப்படி இந்த ശിംശുമാരത്തെ സേവിക്കപ്പെടപ്പെട്ട പാലാഴിയില് സിന്ധുഷായിൻ പാലാഴിയില് അനന്തശായിയാ ഇരിക്കപ്പെട്ട ഹേ ഭഗവാന് ത്വം മമ നരകം രുന്ധി, എന്നോട് നരകയാതനകൾ എല്ലാത്തെയും ഇല്ലാതെയാക്കണമേ அப்படின்னு പ്രാർത്ഥന പண்றோம். ഇനി இந்த ശിംശുമാരത്തെ പറ്റി ഒന്നുകൂടി ചൊല്ലർദാനാണ്. എപ്പിടി ആക്കുമോ ഒരു സർക്കിളോട് സെന്റർ, இந்த സെന്ററിലേந்து എല്ലായിടത്തും ഒരു കണക്ഷൻ ഒരേ മാതിരി ഇരിക്കുമില്ല, അതേമാതിരി എല്ലാ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അതോടെല്ലാം മൂവ്മെന്റ് ഒരു സെന്ററിൽ ഇരിക്കറ മാതിരി அந்த ഭഗവത് കൃപയിനാല് ഭഗവത് പ്രഭാവത്തിനാല് இந்த ധ്രുവ നക്ഷത്രത്തെ ബേസ് பண்ணிந்தாക്കും എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഇരിക്ക് அப்படின்னு சொல்லலாம். അതിന് ഒരു അതുക്കെല്ലാം ഒരു സ്പീഡ് ഇരിക്കും. അതന്ത ഒരു പാത്ത് ഇരിക്കും. அந்த பாத்துல அந்த பக்கம் இந்த பக்கம் மூவ் ஆகப்படாது. இதுக்கெல்லாம் சென்டரா இருக்கப்பட்ட இடம் இந்த ശിംശുമാരം அப்படின்னு சொல்றோம். இனி இந்த ശിംശുമാരം எப்படி இருக்குன்னா பாம்பு ചുരുണ്ട് ഇരിക്കற മാതിരി തല കീഴ് ആക്കി വെച്ചിട്ട് ഇരിക്കുക. இந்த ശിംശുമാര സ്വരൂപിയാണ് ഭഗവാനോട് വാലില ധ്രുവമണ്ഡലം ചെന്നു. ഇനി இந்த വാലിലെ പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മദേവൻ എല്ലാവരും ഇരിക്കുക. ഇനി വാലോട് കൊഞ്ഞുകൂടി മേലെയാഹ ധാത വിധാത ഇരിക്കുക. അരക്കെട്ടോട് ഭാഗത്തില് സപ്തർഷികൾ ഇരിക്കുക. ഇനി ഇതോട് വലത് ഭാഗത്തില് ഉത്തരായണ നക്ഷത്രങ്ങൾ 14 നക്ഷത്രം, ഇടത് ഭാഗത്തിലെ ദക്ഷിണായന നക്ഷത്രങ്ങൾ 14 നക്ഷത്രം. അപ്പൊ തോന്നും 27 നക്ഷത്രം തന്നെ ഉള്ളത്. എപ്പിടി 14 14 28 വരുമേ ചെന്നാനാ. അഭിചിത്തങ്കര ഒരു നക്ഷത്രം കൂടി ചൊല്ലറുത് ഭാഗവതം. പൂശം ത്തിലേന്ത് ഉത്രാടം വരയ്ക്കുള്ള 14 നക്ഷത്രങ്ങൾ ദക്ഷിണായന നക്ഷത്രം. ഇനി ഉത്രാടത്തോട് അവസാനത്തെ 15 നാഴികയും തിരുവോണത്തോട് മുതൽ 4 നാഴികയും ചേർന്ന് അഭിചിത്തങ്കര ഒരു നക്ഷത്രം കൂടി ചൊല്ലറ. ഇതും തിരുവോണത്തിലേന്ത് പുണർദം വരയ്ക്കുമുള്ള 14 നക്ഷത്രങ്ങൾ ഉത്തരായണ നക്ഷത്രങ്ങൾ. ഇനി രണ്ട് വശത്തിലെയും 14 14 നക്ഷത്രം. ശിംശുമാരത്തോട് മുതുക് ഭാഗത്തിലെ അജവീഥി
അതിന് മിൽക്കി വേ, ആകാശഗംഗ എന്ന നക്ഷത്രങ്ങളെല്ലാം അങ്കയായിട്ട് വരുന്നത്. இந்த മെയിന അജവീതിയിലുള്ള നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ഇതാക്കും. അതുമല്ലാതേക്ക് നിറയെ ചിന്ന ചിന്ന മറ്റ് നക്ഷത്രങ്ങൾ, മറ്റ് സ്റ്റാർസും ഇരിക്ക്. പുണർദം, പൂയം ഇതെല്ലാം പുണർദം, പൂയം ഇത് രണ്ട് നക്ഷത്രം ശിംശുമാരത്തോട് വലതുവശവും ഇടതുവശവും അരക്കെട്ടില ഇരിക്ക്. തിരുവാതിരൈ, ആയില്യം ഇത് രണ്ട് നക്ഷത്രങ്ങൾ പിന്നാടിയുള്ള കാൽഭാഗം, കാലോട് അങ്കയായിട്ടാക്കും വറുത്. അഭിജിത്ത്, ഉത്രാടം ഇത് രണ്ട് നക്ഷത്രങ്ങൾ നാസികാദ്വാരകങ്ങളോട്, മൂക്കോട് ദ്വാരം ഇരിക്കും അതിലെയാക്കും ഇത് രണ്ട് നക്ഷത്രങ്ങൾ. തിരുവോണം, പൂരട്ടാതി ഇത് രണ്ട് കണ്ണുകളാക്കും. അവിട്ടം, മൂലം ഇത് രണ്ടും കാതുകളാക്കും. മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിരെ, സ്വാതി, വിശാഖം, അനുഷം இந்த 8 നക്ഷത്രങ്ങൾ ദക്ഷിണായന നക്ഷത്രങ്ങൾ. ഇടതുവശത്തിലുള്ള റിബ്സ്, വാരിയല്. അതേമാതിരി മകീരം, രോഹിണി, കാർത്തികൈ, ഭരണി, അശ്വതി, രേവതി, ഉത്രട്ടാതി, പൂരട്ടാതി இந்த 8 നക്ഷത്രങ്ങൾ റൈറ്റ് സൈഡിലുള്ള റിബ്സ്. ചതയം, തൃക്കേട്ട, കേട്ടൈ, ചതയം ഇത് വലതും ഇടതു വശത്തുള്ള തോൾ, ഷോൾഡർ. പിന്നെ മേലിലുള്ള താടിയല് ഇത് മീൻ മാതിരിയാർത്തെ മേലും കീഴും താടിയല് വരുമില്ല. അപ്പൊ മേലുള്ള താടിയല്ല അഗസ്ത്യർ, കീഴ ഉള്ള താടിയല്ല യമൻ, മുഖത്തോട് സ്ഥാനത്തില് ചൊവ്വാഗ്രഹം കുജൻ, ഗുഹ്യസ്ഥാനത്തിലെ ശനി, കഴുത്തോട് പിന്നാടി വ്യാഴം, മാറിടത്തില് ആദിത്യൻ, ഹൃദയത്തില് നാരായണൻ, മനസ്സിലെ ചന്ദ്രൻ, നാഭിയിലെ ശുക്രൻ, സ്തനങ്ങളിലെ അശ്വിനി ദേവന്മാർ, പ്രാണനോടും അപാനോടും സ്ഥാനത്തിലെ ബുധൻ, കഴുത്തിലെ രാഹു, എല്ലാ അവയവങ്ങളിലെയും കേതുവെയും കാട്ടിയിരിക്കാം. ഇപ്പടിയാക്കും എന്താ രൂപത്തെ വിവരണം കൊടുത്തിരിക്കാം. ഇനി പാതാളത്തെ പറ്റി എപ്പടി ചൊല്ല പാക്കണം. പാതാള മൂലഭുവി ലോലൈക കുണ്ഡല വിരാജി സഹസ്രശീർഷം. പാതാളത്തോട് ഏറ്റവും കീഴ്, ഏറ്റവും സബ്സെ കീഴ് ഒരേ ഒരു കുണ്ടലം കൂട്ടുന്നത് 1000 ഫണങ്ങളാല ഇരിക്കപ്പെട്ട നീലാംബരം ധൃതഹലം ഭുജകാംഗനാഭിഹി ജുഷ്ടം. നീല നിറമുള്ള വസ്ത്രം ധരിച്ചത്, ഹലം ഹലെന്ന കലക്ക, ബലരാമനോട് ആയുധമുണ്ട്, അതെയും വെച്ചത് നാഗസ്ത്രീകളാല സേവ പണിത് ഇരിക്കപ്പെട്ട ശേഷതനും ഭവന്തം. അതിശേഷ രൂപത്തിലുള്ള അന്ത ഭഗവാന് ഞാൻ ഭജനം മണ്ണറേൻ. ഗുരുഗേഹനാഥ ഗദാൻ ഹര. ഹേ ഗുരുവായൂരപ്പ, എന്നോട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും നിങ്ങൾ ഇല്ലാതെയാക്കണമേ அப்படின்னு പ്രാർത്ഥന. ഹരേ കൃഷ്ണ.